പീസ് ഫാൻഡത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു വലിയ ചർച്ചയാണിത്. ഒറ്റനോട്ടത്തിൽ കട്ടകുരിയാണ് ശക്തൻ എന്ന് തോന്നാമെങ്കിലും അവരുടെ ശക്തികളും പരിമിതികളും ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കിങ്ങിനാണ് മേൽക്കൈ എന്ന് വ്യക്തമാകും. കട്ടകുരി വേഴ്സസ് കിങ്, ആരാണ് യഥാർത്ഥ ശക്തൻ? ഡീറ്റെയിൽഡ് അനാലിസിസ്. വൺ പീസിലെ ഏറ്റവും ശക്തരായ രണ്ട് യോങ്കോ കമാൻഡർമാരുടെ പോരാട്ടമാണിത്. ബിഗ് മോം പൈറേറ്റ്സിലെ സ്വീറ്റ് കമാൻഡർ കട്ടകുരിയും ബീസ്റ്റ് പൈറേറ്റ്സിലെ ലീഡ് പെർഫോമർ കിങ്ങും. ഈ രണ്ട് കഥാപാത്രങ്ങളെയും കൃത്യമായി വിലയിരുത്താൻ നമുക്ക് ചില പ്രധാന ഘടകങ്ങൾ പരിശോധിക്കാം. 1. ലൂണേറിയൻ ഡ്യൂറബിലിറ്റി വേഴ്സസ് ഫ്യൂച്ചർ സൈറ്റ്, ദി അൾട്ടിമേറ്റ് ഡിഫൻസ്. കിങ് വംശനാശം സംഭവിച്ച ലൂണേറിയൻ വർഗത്തിലെ അവസാന കണ്ണിയാണ് കിങ്. പ്രകൃതിയിലെ ഏത് കഠിനമായ സാഹചര്യത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളവരാണ് ഇവർ. കിങ്ങിന്റെ പുറകിലെ തീജ്വാല കത്തുമ്പോൾ അവന് യാതൊരുവിധ പരിക്കും ഏൽപ്പിക്കാൻ കഴിയില്ല. അഡ്വാൻസ്ഡ് ആർമമെന്റ് ഹാക്കിയുള്ള സോറോയുടെ ശക്തമായ ആക്രമണങ്ങൾ പോലും കിങ്ങിന്റെ പ്രതിരോധം തകർക്കാൻ കഴിഞ്ഞില്ല. കട്ടകുരിയുടെ പ്രതിരോധം എന്നത് ആക്രമണങ്ങൾ നേരിടുകയല്ല, മറിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നതാണ്. അഡ്വാൻസ്ഡ് ഒബ്സർവേഷൻ ഹാക്കി, ഫ്യൂച്ചർ സൈറ്റ് ഉപയോഗിച്ച് ഭാവി കണ്ട് തന്റെ മോച്ചി ഡബിൾ ഫ്രൂട്ട് കഴിവിലൂടെ ശരീരം മാറ്റിയാണ് അവൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. വിലയിരുത്തൽ: കട്ടകുരിക്ക് തുടർച്ചയായി വലിയ പ്രഹരങ്ങൾ താങ്ങാനുള്ള ശേഷി, ഡ്യൂറബിലിറ്റി കുറവാണ്. ലൂഫിയുമായുള്ള പോരാട്ടത്തിൽ കുറച്ച് ശക്തമായ അടികൾ ഏറ്റപ്പോഴേക്കും കട്ടകുരി തളർന്നുപോയിരുന്നു. എന്നാൽ കിങ്ങിനെ പരിക്കേൽപ്പിക്കണമെങ്കിൽ തന്നെ അസാധ്യമായ അറ്റാക്ക് പവർ വേണം. 2. വേഗതയുടെ ഘടകം, ദ സ്പീഡ് ഫാക്ടർ. പലരും കരുതുന്നത് ഫ്യൂച്ചർ സൈറ്റ് ഉള്ളതുകൊണ്ട് കട്ടകുരിയെ തൊടാൻ പോലുമാകില്ല എന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. കിങ് തന്റെ പുറകിലെ തീ അണയ്ക്കുമ്പോൾ അവന് പ്രകാശവേഗതയ്ക്ക് തുല്യമായ വേഗത ലഭിക്കുന്നു. വാനോ ആർക്കിലെ അതിശക്തനായ സോറോയ്ക്ക് പോലും കിങ്ങിന്റെ ഈ സ്പീഡ് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവി കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. എതിരാളിയുടെ വേഗത നമ്മുടെ പ്രതികരണശേഷിയേക്കാൾ കൂടുതലാണെങ്കിൽ ആക്രമണം തടയാനാകില്ല. കൈഡോയുടെ റൈമേ ഹക്കെ ആക്രമണം ഫ്യൂച്ചർ സൈറ്റ് ഉണ്ടായിട്ടും ലൂഫിക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിങ്ങിന്റെ അമിതവേഗതയ്ക്ക് മുന്നിൽ കട്ടകുരിയുടെ ഫ്യൂച്ചർ സൈറ്റ് പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ. 3. അറ്റാക്ക് പവറും ഡബിൾ ഫ്രൂട്ടും, അറ്റാക്ക് പവർ ആൻഡ് ലീഥാലിറ്റി. കിങ്ങിന്റെ ആക്രമണങ്ങൾ. കിങ് വെറുമൊരു വാളുകാരനല്ല, അവന്റെ ഡബിൾ ഫ്രൂട്ട് ടെറനോഡോൺ അവന് ആകാശത്ത് പറക്കാനുള്ള കഴിവും അസാധ്യമായ കരുത്തും നൽകുന്നു. ലാവയ്ക്ക് തുല്യമായ ചൂടുള്ള തീജ്വാലകൾ പുറപ്പെടുവിക്കാൻ കിങ്ങിന് കഴിയും. ഇംപീരിയൽ ഫ്ലേമിംഗ് വിങ്സ്. ഇത് കട്ടകുരിയുടെ മോച്ചി എളുപ്പത്തിൽ ഉരുകിപ്പോകാൻ കാരണമാകും. കട്ടകുരിയുടെ ആക്രമണങ്ങൾ കട്ടകുരിയുടെ ഡബിൾ ഫ്രൂട്ട് അവേക്കനിംഗ് ഘട്ടത്തിൽ എത്തിയിട്ടുള്ളതാണ്. വോള്യം അറ്റാക്കുകളും ആർമമെന്റ് ഹാക്കിയും കൊണ്ട് അവൻ ശക്തനാണ്. എന്നാൽ കിങ്ങിന്റെ ലൂണേറിയൻ ശരീരത്തെ തകർക്കാൻ തക്കവണ്ണമുള്ള മാരകമായ ആക്രമണങ്ങൾ, അഡ്വാൻസ്ഡ് കോങ്കറേഴ്സ് ഹാക്കി പോലെയുള്ളവ കട്ടകുരിയുടെ പക്കലില്ല. എന്തുകൊണ്ട് പലരും കട്ടകുരിയാണ് ശക്തൻ എന്ന് ചിന്തിക്കുന്നു? ഇതിന് പ്രധാന കാരണം അവരുണ്ടാക്കിയ ഇമ്പാക്ട് ആണ്. ഹോൾ കേക്ക് ഐലൻഡ് ആർക്കിൽ ലൂഫിയും കട്ടകുരിയും തമ്മിലുള്ള പോരാട്ടം വൈകാരികമായും ദൃശ്യപരമായും വളരെ മികച്ചതായിരുന്നു. കട്ടകുരി ലൂഫിയെ എല്ലാ തരത്തിലും തോൽപ്പിച്ചതാണ്. ഒടുവിൽ ലൂഫിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിലാണ് അവൻ കീഴടങ്ങിയത്. എന്നാൽ വാനോയിൽ സോറോ കിങ്ങിനെ തോൽപ്പിച്ചത് അഡ്വാൻസ്ഡ് കോങ്കറേഴ്സ് ഹാക്കി, ACOC എന്ന വൺ പീസിലെ ഏറ്റവും ഉയർന്ന ശക്തി ഉപയോഗിച്ചാണ്. കട്ടകുരിക്ക് സാധാരണ കോൺകറർ ഹാക്കി ഉണ്ടെങ്കിലും അത് അറ്റാക്കിൽ ഉപയോഗിക്കാൻ അഡ്വാൻസ്ഡ് കഴിയില്ല. സോറോ നേടിയ ആ പുതിയ ശക്തിയില്ലാതെ ആർക്കും കിങ്ങിനെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉപസംഹാരം, കൺക്ലൂഷൻ. ചുരുക്കത്തിൽ കട്ടകുരി ഒരു മികച്ച ഫൈറ്ററും ലൂഫിയുടെ വളർച്ചയ്ക്ക് കാരണമായ പ്രധാനിയുമാണ്. പക്ഷേ ഒരു 1 vs 1 പോരാട്ടത്തിൽ 1. കിങ്ങിന്റെ തീജ്വാല കത്തുമ്പോൾ കട്ടകുരിക്ക് അവനെ പരിക്കേൽപ്പിക്കാൻ കഴിയില്ല. 2. കിങ് തീ അണച്ച് സ്പീഡ് കൂട്ടുമ്പോൾ കട്ടകുരിയുടെ ഫ്യൂച്ചർ സൈറ്റിന് അത് തടയാൻ ബുദ്ധിമുട്ടാകും. 3. കിങ്ങിന്റെ അഗ്നി ആക്രമണങ്ങൾ കട്ടകുരിയുടെ മോച്ചി ഡബിൾ ഫ്രൂട്ടിന്റെ കൗണ്ടർ കൂടിയാണ്. കിങ് തന്നെയാണ് കട്ടകുരിയേക്കാൾ ശക്തൻ.